സോ ഹായ് മകൾസ്, വെൽക്കം ബാക്ക് ടു യൂബോട്ട്. മുഞ്ചിത് സാറാണ്. ഒന്നാമത് ചാപ്റ്ററിലാണ്. ചാപ്റ്ററിന്റെ പേരെന്താ? ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ദ ഗുഡ്നസ്. നട്ട് നനക്കാം, നന്മകൾ കൊയ്യാം. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് 100% നാളത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ടൈപ്പ് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് സാറിന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മക്കൾസ് ഒന്നുകൊണ്ട് പൊരിക്കണം, നോക്കിയിരുന്നു സെറ്റാക്കി അങ്ങ് പോവാം. നോക്കിക്കേടാ, ഏതെങ്കിലും ഒന്ന് നാളെ പരീക്ഷയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതെന്താണ്? എന്ന് പറഞ്ഞാൽ ഒരേ ജലത്തിൽ എന്ത് ചെയ്യുന്നു? ചെടികളെയും അതുപോലെ തന്നെ മീനുകളെയും വളർത്തുന്ന ഈ വിദ്യയാണ് പേര് അക്വാപോണിക്സ്. ആൻഡ് ബി എന്താണ്? കുത്തനെ ലംബമായിട്ട് മുകളിലോട്ട് കൃഷി ചെയ്യുന്നു. ഈ കൃഷി രീതിയുടെ പേര് വെർട്ടിക്കൽ ഫാമിങ്. റെഡിയല്ലേ? സോ അക്വാപോണിക്സും വെർട്ടിക്കൽ ഫാമിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എൻ്റെ മക്കൾ എന്ത് ചെയ്യടാ, ആ ഒരു നേക്കിൽ അത് സെറ്റാക്കി പഠിച്ചു പൊക്കൂട. റെഡിയാണല്ലോ. ആൻഡ് മറ്റൊന്നാണ് മക്കളെ, സംയോജിത കൃഷി, ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു 3 മാർക്ക് വെയിറ്റേജ് വരുന്ന ക്വസ്റ്റ്യൻ നാളത്തെ പേപ്പറിൽ നിങ്ങൾ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റെഡിയല്ലേടാ? സോ നോക്കിയിരുന്നോ. ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്, സംയോജിത കൃഷി എന്ന് പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള കൃഷികളെ, പക്ഷികൾ, മത്സ്യങ്ങൾ, മൃഗം എന്നിവയൊക്കെ വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സംയോജിത കൃഷി അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്. എന്താണ് ആ പേര്? ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്. സെറ്റാണല്ലോടാ. റെഡി? സോ മക്കൾസ്, ഈ ഭാഗത്ത് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സോ ഒന്നിൻ്റെ വളം നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിൻ്റെ വേസ്റ്റ് മറ്റൊന്നിന് വളമായിട്ടും മറ്റൊന്നിൻ്റെ ഉൽപ്പന്നം ഒന്നിന് തീറ്റയായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സംയോജിത കൃഷിയുടെ കേസിൽ ഉപയോഗിക്കാൻ പറ്റും. സോ മാക്സിമം സ്ഥലം നമുക്ക് ഉപയോഗിക്കാം. അതുമാത്രമല്ല, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാക്കാൻ, ഒരുപാട് രീതിയിൽ പൈസ അഥവാ ചിലവ് കുറക്കാനും, അതുമാത്രമല്ല നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാനൊക്കെ സംയോജിത കൃഷി രീതിയിൽ നിന്ന് നമുക്ക് പറ്റും. റെഡിയാണല്ലോടാ? ആൻഡ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന് വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ, നമ്മുടെ നാറ്റീവ് വെറൈറ്റീസ് അഥവാ മലയാളത്തിൽ നിന്ന് വിളിക്കണ നമ്മളെ നാടൻ ഇനങ്ങൾ. ഓക്കെ, നാടൻ ഇനങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് എന്തായാലും ഒരു ചോദ്യം, 2 മാർക്ക് ചോദ്യം വെയിറ്റേജുള്ള ടോപ്പിക്കാണ് കേട്ടോ. സോ നാടൻ ഇനങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിക്കാൻ മക്കളെ, നാടൻ ഇനങ്ങൾ ആ നാട്ടിൽ സ്വാഭാവികമായിട്ട് വളർന്നു വരുന്ന ഇനങ്ങളാണ് നാറ്റീവ് വെറൈറ്റീസ് അഥവാ നാടൻ ഇനങ്ങൾ. സോ എൻ്റെ മക്കളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉത്തരം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നാടൻ ഇനങ്ങളെ വളർത്താൻ നമുക്ക് എന്ത് വേണ്ട? വലിയ രീതിയിലുള്ള ചിലവ് ഉണ്ടാവില്ല, പൈസ ലാഭമാണ് അല്ലേ? ഒരുപാട് രീതിയിലുള്ള പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾക്ക് ആ ഒരു ഇനം അവിടെ വളർന്നു വരാൻ പ്രത്യേകിച്ച് വളമയോ അതുപോലെ കീടനാശിനി ഒന്നും ഉപയോഗിക്കേണ്ട, അത് ഓട്ടോമാറ്റിക് ഉണ്ടായി ആ നാട്ടിലുള്ളതാണ്, നാടൻ ഇനമാണ് അല്ലേ? സോ നമുക്ക് നല്ല ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം അതിൽ നമുക്ക് ലഭിക്കും. റെഡി അല്ലേടാ? സോ പൈസ ലാഭിക്കാം, ചിലവ് കുറക്കാം, അതുപോലെ നല്ല ആരോഗ്യമുള്ള ഭക്ഷണം നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. സോ ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ആൻസറിന് പിച്ച് ചെയ്യേണ്ടത്. റെഡി അല്ലേടാ? ആൻഡ് അടുത്ത് നോക്കിക്കട, GMOകളും ടിഷ്യൂ കൾച്ചറുകളും. ഓക്കെ അല്ലേ? GMO എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് അല്ലെങ്കിൽ ഓർഗാനിസം. ജീനിൽ മാറ്റം വരുത്തുക, ജനറ്റിക് എഞ്ചിനീയറിംഗ് അഥവാ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടെക്നോളജിയിലൂടെ ജീനിൽ മാറ്റം വരുത്തുക. എൻ്റെ മുത്തോണികൾക്ക് അറിയാൻ മതി, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ജീനുകളാണ് ഒരാളുടെ അല്ലെങ്കിൽ എന്താവട്ടെ, ആളാവട്ടെ, മനുഷ്യനാവട്ടെ, പഴം പച്ചക്കറി എന്തും ആവട്ടെ, അതിൻ്റെ സ്വഭാവം ഉണ്ടാക്കുന്നത്, നിയന്ത്രിക്കുന്നത് ജീന. സോ ജീന് മാറിയാൽ എന്തു മാറും? സ്വഭാവവും മാറും. റെഡി അല്ലേടാ? സോ ജീനുകൾക്ക് ജനിതക എഞ്ചിനീയറിംഗ് വഴി ജീന് മാറ്റിയിട്ട് സ്വഭാവങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഉൾച്ചേർക്കാൻ പറ്റുന്ന ഈ ഉൾച്ചേർത്തിട്ടുള്ള ആ വിളകളെ വിളിക്കുന്ന പേരാണ് GM വിളകൾ. ഒരു ആപ്പിളിൻ്റെ സ്വഭാവം മാറ്റിയാൽ അത് വെറും ആപ്പിളല്ല, GM ആപ്പിളാ, ജീനിൽ മാറ്റം വരുത്തിയ ആപ്പിൾ. റെഡി അല്ലേടാ? സോ ഇതാണ് GM ക്രോപ്പ്. ഇതിന് ഉദാഹരണം ഓർത്ത് വെക്കണം. കോട്ടൺ പ്ലാന്റ് ദാറ്റ് റെസിസ്റ്റ് പെസ്റ്റ്, നമ്മുടെ കീടങ്ങളെ തടയുന്ന ചെറുക്കാൻ ശേഷിയുള്ള പരുത്തിച്ചെടി. ആൻഡ് സോയാബീൻ ദാറ്റ് റെസിസ്റ്റ് വീഡിസൈഡ്, നമ്മുടെ കളനാശിനികളെ പ്രതിരോധിക്കുന്ന സോയാബീൻ. ആൻഡ് അടുത്തത് വിറ്റാമിൻ A ധാരാളം അടങ്ങിയിട്ടുള്ള നെല്ലിനങ്ങൾ. ഇതൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് കേട്ടോ, ഓർത്ത് വെക്കുക. അതേപോലെ ഇവിടുന്ന് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ടിഷ്യൂ കൾച്ചർ. റെഡി അല്ലേടാ? ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ കൂട്ടമാണ് ടിഷ്യൂ. കോശങ്ങളുടെ കൂട്ടമാണ് ടിഷ്യൂ. സോ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഓരോ കോശത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടിഷ്യൂവിനെ ഒരു പ്രത്യേക മാധ്യമത്തിലിട്ട് വളർത്തിയിട്ട് ഓരോ കോശത്തും നമ്മൾ ഓരോ ചെടി രൂപകൽപ്പന ചെയ്യാണ്. ഓരോ കോശത്തുനിന്നും ഓരോ ചെടി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ടെക്നോളജിയെ, ഈ ഒരു മാർഗത്തെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ.
റെഡിയല്ലേ മക്കളെ? സോ ടിഷ്യൂ കൾച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗം ചോദ്യം വരാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാതൃസസ്യത്തിൻ്റെ അതേ സ്വഭാവമുള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ ടിഷ്യൂ കൾച്ചറിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പാരന്റ് പ്ലാന്റിൻ്റെ സെയിം ക്യാരക്ടറിക്കാരം. എന്നാലോ GM നമ്മൾ എന്താ പറഞ്ഞാടാ, പാരന്റ് പ്ലാന്റിൻ്റെ സ്വഭാവം മാറ്റാം അല്ലെ, ജീന് മാറ്റാം. പക്ഷേ നമ്മുടെ ടിഷ്യൂ കൾച്ചറിൽ പാരന്റ് പ്ലാന്റിൻ്റെ മാതൃസസ്യത്തിൻ്റെ സെയിം സ്വഭാവമായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരിക്കുക. റെഡി ആണല്ലോ മക്കളെ? ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസാനത്തെ മറ്റൊരു ചോദ്യമാണ് ഇതാ ഈ കാണുന്ന കീടങ്ങൾ. റെഡിയല്ലേ? ഏതെങ്കിലും ഒരു കീടത്തിൻ്റെ ഫോട്ടോ തരും. ഒന്നെങ്കിൽ അത് പോഡ് ബോറർ കായ തുരപ്പനാകാം, അതല്ലെങ്കിൽ ലീഫ് റോളിംഗ് കാറ്റർപില്ലർ ഇല ചുരുട്ടി പുഴുവാകാം, അതുമല്ലെങ്കിൽ സ്റ്റെം ബോറർ തണ്ട് തുരപ്പനാകാം. ഏതെങ്കിലും ഒരു തുരപ്പൻ്റെയോ കീടത്തിൻ്റെയോ ഫോട്ടോ തന്നിട്ട് ഇത് ഏതാണ് ആളിതാ ഇതുപോലെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. ആൻഡ് ഇതോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, കീടങ്ങളെ സംയോജിത കീട നിയന്ത്രണത്തിലൂടെ കീടങ്ങളുടെ എണ്ണത്തെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം? അപ്പോൾ ചോദിക്കും, സാറേ എന്താണ് സംയോജിത കീട നിയന്ത്രണം അല്ലേ? സാറേ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ സംയോജിത കീട നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എല്ലാ കീടങ്ങളെയും കൊന്നു കളയുന്നതിന് പകരം അവരുടെ എണ്ണം നമ്മൾ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക. ഈ രീതിയാണ് എന്ത് സംയോജിത കീട നിയന്ത്രണം എന്ന് പറഞ്ഞാൽ. റെഡിയല്ലേ? അത് നമുക്ക് കെണികൾ ഉപയോഗിക്കാം, വലകൾ ഉപയോഗിക്കാം, അതുപോലെ കീടങ്ങൾക്കെതിരെ ഓൾറെഡി പ്രതിരോധ ശക്തിയുള്ള വിത്ത് ഉപയോഗിക്കാം. റെഡിയാണോ മക്കളെ? സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേടാ? സോ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാളത്തെ പരീക്ഷയ്ക്ക് വരും നമ്മൾ ഉറപ്പിച്ച് പറയുന്ന ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തത് കേട്ടോ. സോ മക്കൾസ് ഓണം എക്സാം എന്തായാലും ഇങ്ങനെയൊക്കെ ആയി നമുക്ക് അറിയാം ലെവൽ എന്താണെന്നുള്ളത്. പക്ഷേ ക്രിസ്മസും വരുന്ന പബ്ലിക് നമുക്ക് എന്ത് ചെയ്യണം, ഉഷാറാക്കിയിട്ട് 9ഉം 10ഒക്കെ തൂക്കാനുള്ളതാണ്. സോ മക്കൾസ് എജ്യൂപോണിൻ്റെ കൂടെ നിങ്ങൾ കൂടാൻ തയ്യാറാണെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് അഡ്മിഷൻ ഇതാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓണത്തിനൊക്കെ ഓഫർ പ്രൈസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് സെല്ല് ചെയ്യുന്നത്. ഒരു 2 പാൻറ്റും ഒരു കുപ്പായി എടുക്കുന്ന റേറ്റാണ് മക്കളെ 3000 രൂപ എന്ന് പറയുന്നത്. ആ റേറ്റിൽ നിങ്ങൾക്ക് എജ്യൂപോണിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേടാ? സോ ഓണത്തിൻ്റെ ഓഫർ പ്രമാണിച്ച് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 2000 കുട്ടികൾക്കാണ് ഈ ഓഫർ കിട്ടുക. സിൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നോ, നോ പ്രോബ്ലം. നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ പിന്നീട് ജോയിൻ ചെയ്യുകയാണെങ്കിലും ഓഫർ പ്രൈസിൽ നിങ്ങൾ ലഭിക്കും. റെഡിയല്ലേ? ഓണം കഴിഞ്ഞാൽ പൈസ വീണ്ടും കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ. സോ മക്കൾസ് എന്ത് ചെയ്യണം, റിസ്ക് എടുക്കണ്ട, ഉഷാറായിട്ട് എന്ത് ചെയ്തോ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത് സെറ്റ് ആക്കിയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ പൊളിക്കണം, സെറ്റാക്കണം. ക്രിസ്മസ് ഓണൊക്കെ നമുക്ക് തൂക്കണം. റെഡി അല്ലേടാ? സോ മക്കൾസ് ഇതാണ് സാറിൻ്റെ ID. എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടിൽ എൻ്റെ മക്കൾക്ക് ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, എൻ്റെ മക്കൾ എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം, ചോദിക്കാം, സെറ്റാക്കാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.